നമസ്കാരം. ഈ വർഷത്തെ വിഷു ഫലങ്ങളിലേക്ക്, അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ നക്ഷത്ര ഫലങ്ങളിലേക്ക് സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് മേടം 1 2025 ഏപ്രിൽ 14 തിങ്കളാഴ്ച ഉദയാൽ പൂർവ്വം 7 നാഴിക 25 വിനാഴികയ്ക്ക് 3 മണി 21 മിനിറ്റിന് ചോതി നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷത്തിൽ പ്രഥമതിഥിയും വരാഹക്കരണവും വജ്രനാമനിത്യ യോഗവും കൂടുന്ന സമയത്ത് കുംഭം രാശിയോദയ സമയേ ഭൂമി ഭൂതോദയം കൊണ്ട് മഹാവിഷു സംക്രമം. ഈ വർഷത്തെ പൊതു വിഷുഫലം നോക്കുകയാണെങ്കിൽ ധാന്യസമൃദ്ധി, ലോകാഭിവൃദ്ധി, എന്നാൽ കലഹം, ദുർമരണങ്ങൾ, അനാവൃഷ്ടി, രാജാക്കന്മാർക്ക് യശോവൃദ്ധിയും കാണുന്നുണ്ട്. എന്നാൽ വർഷം 2 പറ വർഷമാണ്. കാലവർഷം 2 പറയാകയാൽ 20ൽ 10 ഭാഗം സമുദ്രങ്ങളിലും 6 ഭാഗം വനപർവ്വത മേഖലകളിലും വർഷിക്കുന്നത് കണക്കാക്കുമ്പോൾ വർഷം 4 ഇടങ്ങഴിയാണ് ബാക്കിയുള്ള മേഖലകളിൽ ലഭിക്കുന്ന കാലവർഷം. ഇത്തവണ മേടസംക്രമം ഞായറാഴ്ച ആയതിനാൽ സ്വൽപ്പവൃഷ്ടിയും വിഷു ചോതി നക്ഷത്രവും ആകയാൽ വർഷക്കുറവുമാണ് കാണുന്നത്. കൂടാതെ വരാഹക്കരണത്തിലായതുകൊണ്ട് തന്നെ അഗ്നിഭയം, യുദ്ധം, എന്നാൽ സസ്യാഭിവൃദ്ധിയും മറ്റു തരത്തിലുള്ള സമൃദ്ധികളും കാണുന്നുമുണ്ട്. ജനങ്ങൾക്ക് പലവിധത്തിലുള്ള ആപത്തുകളും ജലദൗർലഭ്യം, ഇടയ്ക്കിടെ ബഹുവർഷവും വർഷമധ്യവും അവസാനവും ധാന്യനാശവും ധനനാശവും കലഹങ്ങളും, ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഉന്നത സ്ഥാനങ്ങളിൽ നാശമോ യുദ്ധമോ യുദ്ധസമാനമോ ആയ ഭീതിയും ഇത്തവണത്തെ വിഷുഫലത്തിൽ കാണുന്നുണ്ട്. ഇനി സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളിലേക്ക്. ഓരോ ജന്മനക്ഷത്രത്തിലും ജനിച്ചവരുടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ വിഷുഫലത്തിൽ പ്രതിപാദിക്കുന്നുള്ളൂ. ഒരു വർഷത്തെ മുഴുവൻ ഗുണദോഷ ഫലങ്ങളും പറയുക സമയക്കുറവ് മൂലം അപ്രായോഗികമാണ്. വിദ്യാഭ്യാസം, പ്രണയം, വിവാഹം, ജീവിത പങ്കാളി, സന്താനങ്ങൾ, കുടുംബം, ജോലി, ബിസിനസ്, ശ്രദ്ധിക്കേണ്ടുന്ന മേഖലകൾ, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, വഴിപാടുകൾ എന്നിവ തരംതിരിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. പൂരം നക്ഷത്രം അനുകൂലമായ പല വിധത്തിലുമുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നു. ഈ ഫലങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാവുന്നു. അതുമാത്രമല്ല, അനുഭവിച്ച പല ദുരിതങ്ങളിൽ നിന്നും എന്നേക്കുമായി മോചനം ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ അശ്രദ്ധ പലപ്പോഴും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നുണ്ട്. കുടുംബത്തിൽ പൊതുവെ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നു. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ വളരെയധികം അനുകൂലമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്ന സമയമാണ് ഈ വർഷം. വരുമാനത്തിൽ പ്രതീക്ഷിക്കാത്ത ലാഭം വന്നു ചേരുന്നതായി മനസ്സിലാവുന്നു. ബിസിനസ് ചെയ്യുന്നവരായാലും ഏത് കർമ്മരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരായാലും അനുകൂലമായ നിരവധി മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. നീണ്ടുപോയിക്കൊണ്ടിരുന്ന, ഒരിക്കലും നടക്കില്ലെന്നുറപ്പിച്ച പല കാര്യങ്ങളും കൂടി ഈ വിഷുവർഷത്തിൽ നിങ്ങൾക്ക് നടത്തിയെടുക്കാനും അതിലൂടെ സാമ്പത്തിക നേട്ടവും സന്തോഷവും സമാധാനവും കുടുംബത്തിലേക്ക് എത്തിക്കുവാനും സാധിക്കുന്നതായി കാണാം. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് അത് പറയട്ടെ, സന്താന സൗഭാഗ്യം വളരെയധികം അനുഭവപ്പെടുന്ന ഒരു വർഷമാണ്. ഇത് നിങ്ങളുടെ സന്തോഷം എല്ലാ തരത്തിലും ഇരട്ടിയാക്കുന്നു. എല്ലാ ദുരിതങ്ങളുടെയും അവസാനമാണ് പൂരം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ വിഷുഫലം തരുന്നത്. പുതിയ ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാതെ കർമ്മരംഗത്ത് അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടി വരുന്നു. എപ്പോഴും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒരുമിച്ച് വരുന്നതായി അനുഭവപ്പെടുന്നു. പുതിയ ബിസിനസ്സിൽ അനുകൂലമായ പല ഫലങ്ങളും ഉണ്ടാവുന്നു. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അനുകൂല സമയമാണ്. സാമ്പത്തികമായും പ്രശ്നങ്ങളില്ലാത്ത സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഈ വർഷം. ബിസിനസ് പുതിയതായി ആരംഭിക്കുന്നവർക്ക് അതിൽ നല്ല ഫലമാണ് ലഭിക്കുക എന്നാണ് തെളിയുന്നത്. അപൂർവമായ ലാഭനേട്ടങ്ങൾ നിങ്ങളെ ഈ വർഷം തേടി എത്തും എന്നതാണ് സത്യം. നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നതിന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ വളരെ അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടി എത്തുന്നു. അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നു.
നിങ്ങൾ അവസരങ്ങൾ തേടി അലയേണ്ട ആവശ്യമില്ലെന്ന് സാരം. സാമ്പത്തികമായി അല്പം പ്രതിസന്ധികൾ ഉണ്ടാവുന്നതിനുള്ള സാധ്യത മെയ് മാസം വരെ കാണുന്നുണ്ടെങ്കിലും പുരോഗതിയിലൂടെ പിന്നീടുള്ള കാലം വർഷം മുഴുവനും മുന്നേറാൻ നിങ്ങളെ സഹായിക്കുന്നു. പുതിയ ബിസിനസ് ആരംഭിക്കുന്നവർ ആണെങ്കിൽ അല്പം ശ്രദ്ധിക്കണം. പ്രാർത്ഥിക്കുന്നതിലും ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്നതിലും ഒട്ടും വിട്ടുവീഴ്ച വരുത്തരുത്. കുടുംബത്തിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ തേടിയെത്താം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, പ്രാർത്ഥന മുടക്കുവാൻ പാടുള്ളതല്ല. കർമ്മരംഗത്ത് ആഗ്രഹിക്കുന്ന സ്ഥാനക്കയറ്റം, വിജയലബ്ധി എന്നിവ ലഭിക്കുന്നു. സ്വന്തമായി ഭൂമി വാങ്ങുന്നതിനുള്ള യോഗമുണ്ട്. ഈ വർഷം സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഭൂമി വാങ്ങാം. ആഗ്രഹിച്ചതുപോലെ ജോലി, ബിസിനസ്, മറ്റ് കർമ്മരംഗങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും വിജയിക്കുന്നതിനും സാധിക്കുന്നു. സാമ്പത്തികമായി ഇവരിൽ വളരെ അനുകൂലമായ സമയമാണ് എന്നതിൽ സംശയം വേണ്ട. സാമ്പത്തിക നില വളരെ ഭദ്രം എന്ന് സാരം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നു. കുട്ടികളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണം. സന്താന സൗഭാഗ്യം ഉണ്ടാവുന്നതിനുള്ള സാധ്യത കാണുന്നു. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധികളും നേരിടേണ്ടി വരുന്നില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സ്ഥലമാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയമാണ്. പൊതുവെ അനുകൂല ഫലങ്ങൾ എല്ലാം തന്നെ വർദ്ധിക്കുന്ന ഒരു വർഷം തന്നെയാണ് 2025. ജോലിക്കാർ ജോലിയുടെ കാര്യത്തിൽ കൃത്യനിഷ്ഠ പാലിക്കുന്നതിന് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണെന്ന് പറയാം. പെട്ടെന്ന് തന്നെ നിരവധി അവസരങ്ങൾ തേടി വരുന്നു തങ്ങളെ. എതിർപ്പുകളെ മറികടക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതായി കാണാം. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൂലമായ ദൂരദേശവാസം കാണുന്നുമുണ്ട് ഈ വർഷം. വിദേശത്ത് താമസിക്കേണ്ടതായി വരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ആരാധനാലയങ്ങളിൽ സന്ദർശനം, ദാനധർമ്മങ്ങൾ തുടങ്ങിയവയ്ക്കായി അകമറിഞ്ഞു സഹായിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് സാമ്പത്തിക നില ഭദ്രം എന്നർത്ഥം. കുടുംബാംഗങ്ങളോടൊന്നിച്ചുള്ള ഉല്ലാസയാത്രകൾക്കുള്ള അവസരങ്ങളും വന്നു ചേരുന്നു. കർമ്മരംഗങ്ങളിലുള്ള തർക്കങ്ങളും തടസ്സങ്ങളും മാറ്റുവാനുള്ള വളരെ നയപരമായ സമീപനമാണ് കൈക്കൊള്ളാൻ ഇടയാവുന്നത്. കലാകായിക രംഗങ്ങൾ, നറുക്കെടുപ്പ്, സമ്മാന പദ്ധതികൾ എന്നിവയിലെല്ലാം വിജയസാധ്യത കാണുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കേണ്ട ആവശ്യം കാണുന്നേയില്ല. എല്ലാ വിജയസാധ്യതയും ഉള്ളതുകൊണ്ട് ഈ രംഗങ്ങൾ ഏതാണെങ്കിലും, നറുക്കെടുപ്പ് കണ്ടാലും സമ്മാന പദ്ധതികൾ കണ്ടാലും ലോട്ടറി ടിക്കറ്റ് കണ്ടാലും എല്ലാം ഒന്ന് എടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾ തന്നെ നേടുന്നതായിട്ടാണ് തെളിയുന്നത്. ആഗ്രഹ സാഫല്യവും കാണുന്നു. ഇനി ദമ്പതികൾ തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ. ജീവിത പങ്കാളിയും സന്താനങ്ങളുമായുള്ള ആശയവിനിമയങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ പിന്നീട് ജീവിതത്തിൽ, കുടുംബത്തിൽ ഉണ്ടായേക്കാവുന്ന ചില പ്രശ്നങ്ങൾ മുഴുവൻ തന്നെ പാടെ ഒഴിവാക്കുവാൻ സാധിക്കുന്നു. പൊതുവെ ഈശ്വരാനുകൂലവും സന്തോഷാനുഭവങ്ങളും സമാധാനവും നിറഞ്ഞ ഒരു വർഷമാണ് ഇത്തവണത്തെ വിഷുഫലം നിങ്ങൾക്കായി തരുന്നത്. എല്ലാവർക്കും അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ ആചാര്യന്മാരുടെ വിഷു പുതുവത്സരാശംസകൾ നേരുന്നു. സർവ്വ ഐശ്വര്യ സമ്പന്നമായ ഒരു വിഷു ആവട്ടെ ഇത്തവണ. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മദോഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ശരിയായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള അർഹത നേടിത്തരാനും ഈശ്വരൻ നിയോഗിക്കപ്പെട്ട ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, ബിസിനസ്, വിദേശയാത്ര, പ്രണയം, വിവാഹം, കുടുംബം, സന്താനങ്ങൾ തുടങ്ങി വ്യക്തിപരമായ കാര്യങ്ങളും സമൂഹം, രാഷ്ട്രീയം എന്നിങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള കാര്യങ്ങളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കുവാനും ജീവിത പുരോഗതിയിലേക്ക് നയിക്കപ്പെടാനുമുള്ള ഭാവി കാര്യങ്ങൾ, ഭാവി കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുമായി ഇന്നു തന്നെ ഞങ്ങളെ ബിസിനസ് വാട്സപ്പിൽ കൂടിയോ ഇമെയിലിൽ കൂടിയോ ബന്ധപ്പെടും. ഫോൺ നമ്പർ, ഇമെയിൽ എന്നിവ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അഗ്നിഹോത്രി
ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.